1910 മുതൽ 20 വരെയുള്ള കാലഘട്ടം രണ്ട് പ്രധാന നേതാക്കളുടെ തുടക്കം കുറിക്കലായിരുന്നു. അതാണ് മുഹമ്മദ് അലി ജിന്നയും സാക്ഷാൽ മഹാത്മാഗാന്ധി. ഗാന്ധിയെക്കാളും വളരെ നേരത്തെ തന്നെ മുഹമ്മദ് അലി ജിന്ന ഇന്ത്യൻ രാഷ്ട്രീയ മേഖലകളിൽ നിലയുറപ്പിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിൽ ചേരുന്നത് 1906-ലാണ്. എന്നാൽ ഇതേ വർഷം തന്നെയാണ് ധാക്കയിൽ മുസ്ലിം ലീഗും സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ ജിന്ന സത്യത്തിൽ ആ സമയം മുസ്ലിം ലീഗിന് എതിരെയായിരുന്നു. 1906 ഡിസംബർ 30-നാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുന്നേ മുസ്ലിം പ്രമാണിമാർ ആഗാഖാന്റെ നേതൃത്വത്തിൽ 1906 ഒക്ടോബർ 1-ന് സിംലയിൽ വച്ച് വൈസ്രോയെ കാണുകയും മത അടിസ്ഥാനത്തിലുള്ള പ്രത്യേക അവകാശങ്ങളൊക്കെ നൽകണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ഇതാണ് സിംല ഡെപ്യൂട്ടേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. എന്നാൽ ഈ സംഭവത്തെ മുഹമ്മദ് അലി ജിന്ന നിശിതമായി വിമർശിക്കുകയാണ് ഉണ്ടായത്. തിരഞ്ഞെടുക്കപ്പെടാത്ത സ്വയം പ്രതിനിധികളായി മാറിയ ഒരു സംഘം മുസ്ലിം പ്രമാണിമാർക്ക് എന്ത് അവകാശമാണ് ഈ നാട്ടിലെ മുസ്ലിം ജനതയ്ക്ക് മുകളിൽ ഉള്ളത് എന്നാണ് ജിന്ന അന്ന് ചോദിച്ചത്. ഇത്തരത്തിൽ ആ കാലത്തൊക്കെ കോൺഗ്രസിലായിരുന്ന മുഹമ്മദ് അലി ജിന്നയെ എന്നാൽ പിന്നീട് മുസ്ലിം ലീഗ് എല്ലാ ചടങ്ങുകളിലേക്കും നിരന്തരം ക്ഷണിച്ചു തുടങ്ങി. അങ്ങനെ മുസ്ലിം ലീഗിൽ അംഗമായില്ലെങ്കിൽ പോലും 1910 മുതലൊക്കെ മുസ്ലിം ലീഗിന്റെ പരിപാടികളിൽ ജിന്നയും പങ്കെടുത്തു തുടങ്ങി. ഇതിനിടയിൽ ബോംബെയിൽ നിന്ന് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ജിന്ന തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. സത്യത്തിൽ ഇത് 1909-ലെ ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ തുടർന്നുണ്ടായ മുസ്ലിം റിസർവ് സീറ്റായിരുന്നു. പിന്നീട് 1913-ൽ ജിന്ന കോൺഗ്രസിൽ ഇരിക്കെ തന്നെ മുസ്ലിം ലീഗിൽ ചേരുകയുണ്ടായി. അങ്ങനെ ഒരേ സമയം കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ജിന്ന പ്രവർത്തിക്കുകയാണ്. സമരങ്ങൾക്കപ്പുറം നിയമനിർമ്മാണത്തിലൂടെ അധികാരം ബ്രിട്ടീഷിൽ നിന്ന് വാങ്ങണമെന്ന ആശയക്കാരനായിരുന്നു ജിന്ന. മുസ്ലിം ലീഗിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന വക്താവ് എന്ന നിലയിൽ ഈ സമയം കോൺഗ്രസിലും ജിന്നയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം ലഭിച്ചു. ഈ സമയത്താണ് ലോകഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാവുന്നത്. 1914 ജൂലൈ 28-നായിരുന്നു ഇത്. ഈ സമയം ഇന്ത്യയിലാകട്ടെ കോൺഗ്രസ് തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗ് മറ്റൊരു വഴിയിലൂടെ നടക്കുന്നു. തുടങ്ങി രാഷ്ട്രീയപരമായ ഒരു നിശ്ചലാവസ്ഥ തന്നെ നേരിടുന്ന സമയമാണ്. 1916-ൽ മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവുകയുണ്ടായി. ഈ സമയത്താണ് ലക്നൗ പാക്ട് അഥവാ ലക്നൗ കരാറൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. പ്രധാനമായും ഇത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു കരാറായിരുന്നു. ഇന്ത്യയിൽ സ്വയംഭരണം, കേന്ദ്ര നിയമസഭയിൽ മുസ്ലിങ്ങൾക്ക് 1/3 പ്രാതിനിധ്യം തുടങ്ങിയ പല നിർദ്ദേശങ്ങളും വന്നു. ഏതായാലും ഇതിലൂടെ മുസ്ലിം വിഭാഗം തൽക്കാലത്തേക്കെങ്കിലും കോൺഗ്രസിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതുപോലെ തന്നെ ഈ സമയം ഹോം റൂൾ പ്രസ്ഥാനവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. 1916 കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് പ്രത്യക്ഷപ്പെട്ട ആനി ബസന്റ് കോൺഗ്രസിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ സൃഷ്ടിക്കപ്പെട്ട ഭിന്നിപ്പ് അവസാനിപ്പിച്ച് അവരെ ഒരുമിച്ച് ചേർക്കാൻ വലിയ തോതിൽ തന്നെ പരിശ്രമിക്കുകയുണ്ടായി. അങ്ങനെയാണ് 1916-ൽ ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. അതോടെ ആ വർഷം ലക്നൌവിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഇരു വിഭാഗവും വീണ്ടും പങ്കെടുക്കുകയുണ്ടായി. ഹോം റൂൾ അഥവാ സ്വയംഭരണം എന്ന ആവശ്യം അതിശക്തമായി തന്നെ ഇവിടെ നിലവിൽ വന്നു. നിയമവിധേയമായ മാർഗങ്ങളിൽ കൂടി തന്നെ സ്വയംഭരണം നേടുക എന്നതായിരുന്നു ഹോം റൂൾ ലീഗിന്റെ ഉദ്ദേശം. ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണി എന്ന നിലയിൽ ഈ സമയം ആനി ബസന്റിനെ ജയിലിലിടുക പോലും ഉണ്ടായി. അതോടെ ഹോം റൂൾ ലീഗിന്റെ ശക്തിയൊക്കെ വർദ്ധിക്കുകയാണ്. 1917-ലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ആനി ബസന്റ് പ്രസിഡന്റായി മാറുകയുണ്ടായി. ഏതായാലും ലക്നൗ പാക്ടിലൂടെയും ഹോം റൂൾ പ്രസ്ഥാനത്തിലൂടെയും ഒക്കെ കോൺഗ്രസിലെ ഭിന്നിപ്പ് അവസാനിക്കുകയും മുസ്ലിം ലീഗിന്റെ അടക്കം സഹകരണം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഏതായാലും ആനി ബസന്റിന്റെ മാതൃക പിന്തുടർന്ന് ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ തന്റേതായ ഒരു ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച് വിദേശ ഭരണത്തിനെതിരെ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഇതും ഇന്ത്യയിലാകെ സ്വീകരിക്കപ്പെട്ടു. ഇതിലൂടെ മിതവാദികളുടെ നേതൃത്വത്തിൽ നിർജീവമായിരുന്ന കോൺഗ്രസ് വീണ്ടും സജീവമാകുന്നതിനും ഏവരും ഒരുമിക്കുന്നതിനും കാരണമായി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ബ്രിട്ടൻ സ്വയം ഭരണത്തിലേക്കുള്ള വഴികൾ തുറക്കുമെന്ന് അവർ വിശ്വസിക്കുകയും അതിനായുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് എതിർത്തവരെ അടിച്ചമർത്തുന്ന നടപടികൾ എടുക്കുകയുണ്ടായി. അതിലേക്ക് പിന്നാലെ വരാം. ഇനി സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ വരകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അത് അടുത്ത അധ്യായത്തിൽ പറയാം.